കൊത്ത് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു ദിവസം ബാഹുൽ അവിടെ പയ്യന്നൂരുകാരനാണ്. അപ്പോൾ ബാഹുൽ എന്നെ വിളിച്ചിട്ട് അസിക്ക ഫ്രീ ആണെങ്കിൽ ഒരു ദിവസം വരട്ടെ, ഞാൻ കോവിഡ് സമയത്ത് കുറച്ച് സ്ക്രിപ്റ്റ് ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട് വെറുതെ ഇരുന്നപ്പോൾ. അങ്ങനെ ബാഹുലിലൂടെ നേരത്തെ ക്യാമറമാനായിട്ട് ഇഷ്ടം പോലെ 3 സിനിമകളോളം ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ ബാഹുൽ വിളിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞ് ശരി, ഞാൻ പറഞ്ഞു ഫ്രീ ആയിട്ടോ. അപ്പം ഞാനും പയ്യന്നൂര് നമ്മുടെ സ്ഥിരം ഫ്രണ്ട് സർക്കിൾ ആരും ഇല്ല, മൃദുല് നാട്ടിലില്ല, ഗഡു ഇല്ല, ചിന്തു ഇല്ല. അപ്പം ഞാനും ഷൂട്ട് കഴിഞ്ഞൊന്നും പണിയൊന്നും ഇല്ല ഇരിക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് ബാഹുലും ദിഞ്ചിയും കൂടെ വന്ന് സംസാരിച്ചൊക്കെ ഇരുന്ന് ഇവൻ ഈ സ്ക്രിപ്റ്റ് എടുത്തു വെച്ചിട്ട് അപ്പം എന്നോട് പറഞ്ഞു ഞാൻ നറേറ്റ് ചെയ്യണോ വായിക്കണോ എന്ന് ചോദിച്ചു. അപ്പം ഞാനും വെറുതെ ഇരിക്കാൻ പറ്റും, നമുക്കൊന്ന് വായിക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ സ്ക്രിപ്റ്റ് വായിച്ച് തുടങ്ങി കഴിഞ്ഞ് പയ്യെ ഇതിൻ്റെ അതൊക്കെ ഇന്നായി. ഇത് തീർന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങളെല്ലാവരും ഇങ്ങനെ ലൈക്ക് ഞാൻ ഭയങ്കര സ്റ്റക്കായി. ഞാൻ ഇത് നീ വെറുതെ എഴുതിയ സ്ക്രിപ്റ്റ് എന്ന് ചോദിച്ച്. അങ്ങനെയാണ് ശരിക്കും കിഷ്കിന്റെ കണ്ഠം സംഭവിക്കുന്നതും. അപ്പോഴും ഞാൻ പറഞ്ഞില്ല വിവേക്, എനിക്ക് ഇതൊരു തിയേറ്റർ ഹിറ്റ് ആവുന്നോ ഇത്രയും ശ്രദ്ധ നേടുന്നോ ഒന്നും അറിയില്ല, പക്ഷെ നല്ലൊരു സിനിമയായിരിക്കും എന്നറിയാം. കാരണം രഞ്ജിത്തിന്റെ കൂടെ ഞാൻ മുന്നേ വർക്ക് ചെയ്തിട്ടുണ്ട്, ബാഹുലിന്റെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട്. ഇവർക്ക് രണ്ടുപേർക്കും സിനിമയോടുള്ള പാഷൻ എന്താണെന്ന് എനിക്കറിയാം. അപ്പോൾ അലക്സ് കുര്യൻ എന്ന് പറഞ്ഞാൽ നമ്മളെയൊക്കെ ഒരുമിച്ച് ഒരേ സമയത്ത് സിനിമയിൽ വന്നതാണ് അദ്ദേഹം. അപ്പോൾ അലക്സിന്റെ ഒരു പ്രൊഡക്ഷൻ എന്നൊക്കെ ഉള്ള രീതിയിൽ അതങ്ങനെ സംസാരിച്ചു തുടങ്ങി. സിനിമ സംഭവിച്ചു. പക്ഷേ ഓണം എന്ന് പറഞ്ഞ ഒരു ഫെസ്റ്റിവലിന് ഈ സിനിമ റിലീസ് ചെയ്യാനെടുത്ത തീരുമാനമായിരുന്നു ആ സിനിമയുടെ ജാതകം മാറ്റിയത്.